ഒരു ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്നാക്ക് റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ രണ്ട് ഐറ്റവും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം ഉണ്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് സർബത്ത് റെസിപ്പിയാണ്. 2 ഗ്ലാസ്സിലേക്കായിട്ട് നറുനണ്ടി ഉണ്ടല്ലോ, നന്നാറി സർബത്ത്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ്ടോ, അത് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ഗ്ലാസ്സിലേക്കും ഒരു കവർ വീതം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ച സബ്ജ സീഡ് ഉണ്ടല്ലോ, കസ്കസ്, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചതിന് ശേഷം കുടിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൗഡർ, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. സമയമുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 വശം ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വീണ്ടും ഒരു 3 മിനിറ്റോളം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചല്ലോ, അത് 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ ആ ഒരു ഓയിലിൽ ക്യാബേജ് വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പോളം തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളി കുരുകളഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. ഫ്രൈ ചെയ്ത ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലിൽ കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മയോണൈസ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതാണ് ഫില്ലിങ്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ജ്യൂസി ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ മയോണൈസ് കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുക്കാം കേട്ടോ. ആ ഗ്ലാസിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു പരത്തിയ ആ ഒരു ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കടായിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലതുപോലെ തിളച്ച് വരുമ്പം ഈ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം. അപ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ഓയിൽ ഇങ്ങനെ തെറിക്കൊന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അടർന്ന് വരും കേട്ടോ. ആ ഒരു ഓയിലിലേക്ക് തന്നെ വീഴുന്നതായിരിക്കും. ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാവുന്നതാണ്. 2 വശവും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഫില്ലിങ് നിറച്ചു കൊടുക്കാം. എല്ലാത്തിലേക്കും ആ ഒരു ഫില്ലിങ് നിറച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിരുന്നു. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിച്ചൊരു സ്നാക്കായിരുന്നു. അപ്പോൾ ഡ്രിങ്കും അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് രണ്ടും.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.